ഇനിയും നാണക്കേട് സഹിച്ച് ഇനി അവിടെ നിൽക്കണോ? ദാസ ഇറങ്ങിപ്പോന്നൂടെ? ഏതാണ് CPI ഒരു പാർട്ടി സെക്രട്ടറിയുടെ ചോദ്യം? PMC പദ്ധതിയിൽ CPIയുടെ എതിർപ്പ് ചോദിച്ചപ്പോൾ എന്ത് CPI ഏത് CPI എന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചോദിച്ചത്. ഇങ്ങനെ ഗോവിന്ദനെ ആട്ടും തുപ്പും സഹിച്ച് അവിടെ നിൽക്കണോ എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രധാന ചോദ്യം. ഞാനത് അവരെ ക്ഷണിക്കുന്നതൊന്നുമല്ല, പക്ഷേ അവരുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം തോന്നുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അടൂർ പ്രകാശ് CPIനെ UDF-ലേക്ക് ക്ഷണിച്ചിരിക്കുന്ന ഈ നേരത്ത് സതീശൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അവർ വന്നാൽ ഞങ്ങൾ സ്വീകരിക്കുമെന്ന്. കൂടാതെ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി സതീശൻ നടത്തുകയുണ്ടായി. NDAയിലും LDF-ലെയും പല ഘടകകക്ഷികൾ UDF-ൽ ചേരാനായിട്ട് സന്നദ്ധ അറിയിച്ചിട്ടുണ്ട് പോലും. അവരുടെയൊക്കെ കാര്യം ആലോചിച്ചു വരികയാണെന്നും ഇതേ ഡയലോഗ് കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശും പറഞ്ഞിരുന്നു. പല ഘടകകക്ഷികളും മുന്നണിയിൽ ചേരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന്. എന്തായാലും CPIനെ അറിയില്ല എന്ന ഭാവത്തിലുള്ള ഗോവിന്ദൻ മാഷിന്റെ ചോദ്യം വലിയ കോളിളക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടാതെ PM3 വിഷയത്തിലും സതീശൻ പ്രതികരിച്ചിരുന്നു. മോദി വീട്ടിൽ നിന്നുമല്ലല്ലോ കേന്ദ്ര ഫണ്ട് നൽകുന്നത് എന്നും അതിനാൽ അത് വാങ്ങുന്നതിൽ തെറ്റില്ല എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നു. എന്നാൽ BJPയുടെ വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്ന നിബന്ധനകൾ സ്വീകരിക്കാൻ പാടില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഫണ്ട് വാങ്ങുന്നതിനുള്ള തർക്കം CPM-ഉം CPI-യും ആദ്യം സെറ്റിൽ ചെയ്യട്ടെ എന്നും ഫണ്ട് വാങ്ങാൻ പാടില്ല എന്ന കടുത്ത നിലപാടിലാണ് CPI എടുത്തിരിക്കുന്നത്. ഏത് CPI എന്നായിരുന്നു MV ഗോവിന്ദൻ ചോദിച്ചത്. ഞങ്ങൾ അവരെ ക്ഷണിക്കുന്നില്ല, പക്ഷേ ഈ നാണക്കേട് സഹിച്ച CPI അവിടെ നിൽക്കണോ എന്നും VD സതീശൻ ചോദിക്കുകയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തങ്ങൾ അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ പദ്ധതി നടപ്പിലാക്കിയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഏത് CPI എന്നാണ് MV ഗോവിന്ദൻ ചോദിച്ചത്? ഏത് CPI എന്ന്? സത്യം പറഞ്ഞാൽ ഞങ്ങളവരെ ക്ഷണിക്കണമെന്നില്ല, ഈ നാണക്കേട് സഹിച്ചവിടെ നിൽക്കണ. ഞങ്ങൾ ചോദിക്കുക ഏത് മുസ്ലിം ലീഗ് എന്ന് ഞങ്ങൾ ചോദിക്കും. മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയാണ് UDF-ല്. അല്ല, ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് ഞങ്ങളുടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഈ CPI-കാരോട് ഏത് CPI എന്ന് പാർട്ടി സെക്രട്ടറി, ആ CPI സെക്രട്ടറി എന്നിട്ട് നാണം സഹിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുക. എനിക്ക് തന്നെ സങ്കടം. ഞങ്ങൾ എതിർക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവരാദ്യം എന്താ പറയുന്നത്? ആരോഗ്യ വകുപ്പ്, ആയുഷ്മാൻ ആരോഗ്യ, കേന്ദ്ര ഗവൺമെന്റിന്റെ പേരെഴുതാൻ വേറെ ആളെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു 1.5-2 കൊല്ലം അത് വാങ്ങിക്കായിരുന്നു. എന്നിട്ട് ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ ആരോഗ്യമന്ത്രി അത് മേടിച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പേര് എല്ലാ ആശുപത്രികളും അവിടെ എഴുതിക്കൊണ്ടിരിക്കുക. 2 കൊല്ലത്തെ കാശ് പോയി, അതാണ് നഷ്ടം ഉണ്ടായത്. ഇപ്പോ ആദ്യം എന്താ പറഞ്ഞത്? PM3 നടക്കില്ല. അപ്പൊ എല്ലാവരും കൈയടിച്ചു, സഖാക്കന്മാരൊക്കെ കൈയടിച്ചു. ഭയങ്കര RSS വിരുദ്ധ പ്രഖ്യാപനം. ഇപ്പൊ CPM ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്ത് പോവാം. ആദ്യം CPM-ഉം CPI-യും തമ്മിൽ സെറ്റിൽ ചെയ്യട്ടെ. CPI ഇന്നും പറഞ്ഞിരിക്കുകയാണ് ഇത് മേടിക്കാൻ പാടില്ല എന്ന കടുത്ത നിലപാട് അവരെടുത്തിരിക്കുകയാണ്. കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങൾ ഞങ്ങൾ ഭരണത്തിലെത്തിയതിന് ശേഷം ഞങ്ങളിത് സ്വീകരിച്ചിട്ടില്ല. അതിനു മുൻപ് കർണാടകത്തിൽ BJP ഗവൺമെൻറ് ഇരിക്കുമ്പോൾ ഇത് സ്വീകരിച്ചിട്ടുണ്ട്. തെലങ്കാനയിൽ ചന്ദ്രശേഖർ റാവു ഗവൺമെൻറ്റിൻ്റെ ഇതും സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ 2 ഹൈദരാബാദിലും ബാംഗ്ലൂരിലും വിളിച്ച് ഇത് അന്വേഷിച്ചു. ഇത് ഒരുപാട് നിബന്ധനകൾ ഇതിനകത്തുണ്ട്. അതായത് BJPയുടെ ഒരു രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയുണ്ട്. ഗവൺമെൻറ് നെഗോഷിയേറ്റ് ചെയ്ത് അത് ഒഴിവാക്കി കേന്ദ്രത്തിൻ്റെ പണം മേടിക്കുന്നതിൽ ഞങ്ങളെതിരല്ല. കേന്ദ്രത്തിൻ്റെ പണം എന്ന് പറഞ്ഞാൽ മോഡിയുടെ വീട്ടിലെ പണമല്ലല്ലോ, ഇത് നമ്മുടെ നികുതി പണമാണ്. പക്ഷേ പണം തരുന്നതോടൊപ്പം അനാവശ്യമായ BJPയുടെ വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്ന നിബന്ധനകൾ സർക്കാർ സ്വീകരിക്കാൻ പാടില്ല. അതാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പോളിസി ഉള്ളത്. പക്ഷേ LDF-ലെ പ്രശ്നം തീർന്നില്ലല്ലോ. ആ തർക്കത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചർച്ച ചെയ്യും. നിങ്ങൾ എല്ലാ ദിവസവും കോൺഗ്രസിലെ പ്രശ്നം കോൺഗ്രസ് എന്നിട്ട് LDF ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇന്നും വന്നിട്ട് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത് ശക്തമായി ഇതിനെ എതിർക്കുമെന്നാണ്. ഏത് CPI എന്നാണ് MV ഗോവിന്ദൻ ചോദിച്ചത്? ഏത് CPI എന്ന്? സത്യം പറഞ്ഞാൽ ഞങ്ങളവരെ ക്ഷണിക്കണമെന്നില്ല, ഈ നാണക്കേടും സഹിച്ചവിടെ നിൽക്കണ. ഞങ്ങൾ ചോദിക്കുക ഏത് മുസ്ലിം ലീഗ് എന്ന് ഞങ്ങൾ ചോദിക്കും. മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയാണ് UDF-ല്. അല്ല, ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് ഞങ്ങളുടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഈ CPI-കാരോട് ഏത് CPI എന്ന് പാർട്ടി സെക്രട്ടറി, ആ CPI സെക്രട്ടറി എന്നിട്ട് നാണം സഹിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുക. എനിക്ക് തന്നെ സങ്കടം. അല്ല, അവരൊരു അവിടുത്തെ ഒരു ഘടകകക്ഷിയാണ് അല്ലേ, അവർക്ക് അതിൻ്റെതായ ഒരു വിശ്വാസ്യതയുണ്ട്. ഞങ്ങൾ അതിനൊന്നും ചോദ്യം ചെയ്യുന്നില്ല. അത് വരുമ്പോൾ ആലോചിക്കാം, ഞാനൊന്നും പറയില്ല. അല്ലല്ല, ഞങ്ങളൊന്നും പറയില്ല. ഞങ്ങൾ ഒരാളുമായിട്ട് ചർച്ചയില്ല.
ഞങ്ങൾ ഒരാളുമായിട്ടും LDF-ലെ ഒരു കക്ഷികളുമായിട്ട് ഞങ്ങൾ ചർച്ചയില്ല. ഇപ്പൊ ചർച്ച ചെയ്തിട്ടില്ല. ചെയ്ത് തീരുമാനം എടുത്തിട്ട് നിങ്ങളെ അറിയിക്കാം ചെയ്യണ സമയത്ത്. ഇപ്പൊ ഇല്ലെന്ന്, ഇപ്പൊ ഒന്നും പറയണില്ല. ഇപ്പൊ അല്ലാതെ ഇഷ്ടംപോലെ ആളുകൾ നിൽക്കുകയാണ്. ഞങ്ങള് അത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. UDF ചേരാൻ NDA-യിലെ ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള ഇഷ്ടംപോലെ ആളുകൾ, LDF-ലെ ചില കക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകൾ UDF-ൽ ചേരാൻ നിൽക്കുക. ഞങ്ങൾ അതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ കൂടിയാലോചന നടന്നില്ല. അതുപോലെ തന്നെ സെക്രട്ടറിമാരെ ഇപ്പോഴും പ്രഖ്യാപിച്ചത് അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്. അതിനൊന്നും ഞാൻ മറുപടി പറയില്ല. അതൊക്കെ KPC പ്രസിഡന്റ്